ടക്കർ കാൾസൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ നിരൂപകനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ടേണിംഗ് പോയിന്റ് USA എന്നൊരു പരിപാടിയിൽ വെച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അതായത് എപ്സ്റ്റീൻ വർക്ക് ചെയ്തിരുന്നത് ഇസ്രായേലിന് വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു മൊസാദിന്റെ ഒരു സ്പൈ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ചൈൽഡ് സെക്സ് ഒഫൻഡർ ആണ്. ഇയാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും അയാൾ ജയിലിലായിരിക്കുമ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്തതായിട്ടും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ 1998 മുതൽ 2019 വരെയുള്ള ഈ സമയത്ത് ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൈവറ്റ് ഐലൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിർജീനിയ ഐലൻഡ്സിലുണ്ട്. അവിടെയാണ് ആ പ്രോപ്പർട്ടിയുടെ ഓണർ ഇദ്ദേഹമാണ്. 1998 മുതൽ 2019 വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലയൻസ് ആയിട്ട് അവിടെ വളരെ റിച്ച് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ക്ലയൻസ് ഒക്കെ ഈ ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഐലൻഡിൽ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ജെഫ്രി എപ്സ്റ്റീൻ ഈ ക്ലയൻസിൻ്റെ ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അവർ എടുക്കുകയും അതിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെക്കുകയും പിന്നീട് അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തിരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഒരു CIA, മൊസാദ്, ഫ്രഞ്ച് ഇൻ്റലിജൻസ് സർവീസസ് ഇവർക്കൊക്കെ വേണ്ടിയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് CIAക്കും മൊസാദിനും ഫ്രഞ്ച് ഇൻ്റലിജൻസ് സർവീസസിനും ഒക്കെ വേണ്ടിയാണെന്നാണ് ടക്സൺ പലരുമായിട്ടുള്ള ഇൻ്റർവ്യൂസിലും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എപ്സ്റ്റീനിൻ്റെ ഈ ഒരു ക്ലോസ് അസോസിയേറ്റ് ആയിരുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേര് എന്ന് പറയുന്നത് ഗിസ്ലൈൻ മാക്സ്വെൽ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഇനി നമുക്ക് നോക്കാം ഈ ഗിസ്ലൈൻ മാക്സ്വെൽ ആരായിരുന്നു എന്ന് നോക്കാം. ഈ ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറയുന്നത് റോബർട്ട് മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മീഡിയ പ്രൊപ്രൈറ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിനെ ഒരു ഫ്രോഡിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന മനുഷ്യനാണ്. ഹീസ് എ ഫ്രോഡ്സ്റ്റർ ഓൾസോ. അപ്പം അദ്ദേഹത്തിന്റെ മകളാണ് ഈ ഗിസ്ലൈൻ മാക്സ്വെൽ. അപ്പോൾ ഈ ഗിസ്ലൈൻ മാക്സ്വെൽ ആണ് ഈ എപ്സ്റ്റീൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഗിസ്ലൈൻ മാക്സ്വെൽ. അപ്പോൾ ആരാണ് ഈ റോബർട്ട് മാക്സ്വെൽ എന്ന്, ഈ ഗിസ്ലൈൻ്റെ ഫാദറായ റോബർട്ട് മാക്സ്വെൽ ആരായിരുന്നു നമുക്കൊന്ന് നോക്കാം. ഈ റോബർട്ട് മാക്സ്വെലിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹോളോകോസ്റ്റിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. അതായത് ജർമ്മൻ ഓക്യുപ്പൈഡ് യൂറോപ്പിൽ ഒരു 6 മില്യൺ അടുത്ത് ജൂസിനെ കൊലപ്പെടുത്തുന്നു, നാസിക്കാർ കൊലപ്പെടുത്തുന്നുണ്ട്. അതാണ് ഹോളോകോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്, നമുക്കറിയാം. അപ്പോൾ ആ സംഭവത്തിൽ ഈ മാക്സ്വെലിന് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള മെമ്പേഴ്സിനെയൊക്കെ നഷ്ടപ്പെടുന്നു. ഇതിനുശേഷം ഈ റോബർട്ട് മാക്സ്വെൽ എലിസബത്ത് എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. അവര് ഒരു ഫ്രാൻസിൽ ജനിച്ചിട്ടുള്ള ഒരു റിസർച്ചറാണ്. ഈ എലിസബത്ത് ഈ റോബർട്ട് മാക്സ്വെലിനെ വിവാഹം ചെയ്തതിന് ശേഷം ഈ ഹോളോകോസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം റിസർച്ച് നടത്തുകയും അതിൽ പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ എലിസബത്ത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ മാക്സ്വെൽ ഇസ്രയേലുമായിട്ടുള്ള ഒരു റിലേഷൻ എന്താണെന്ന് നോക്കാം. റോബർട്ട് മാക്സ്വെൽ ബേസിക്കലി അദ്ദേഹം ഒരു ജൂതനാണ്. അദ്ദേഹം 1948 അറബ്സ് ഇസ്രയേൽ വാർ ഉണ്ടായിരുന്നു. ഈ അറബ്സ് ഇസ്രയേൽ വാറിൽ ഈ ഇസ്രായേലിന് ആയുധങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചത് വേറെ ആരുമല്ല, ചെക്കോസ്ലോവാക്കിയയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സാണ് ഈ ഇസ്രയേലിന് ആയുധങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചത്. അത് അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ റോബർട്ട് മാക്സ്വെലിന് ചെക്കോസ്ലോവാക്കിയയിലെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സുമായിട്ടുള്ള ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചായിട്ടാണ് ഈ ചെക്കോസ്ലോവാക്കിയൻ ലീഡേഴ്സ് 1948 ഇസ്രയേൽ അറബ് വാറിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് ഈ ആംസ് ഒക്കെ സപ്ലൈ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പം ഈ റോബർട്ട് മാക്സ്വെൽ മരിച്ചപ്പോഴും ഇദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതും ഈ ജെറുസലേമിലാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ റോബർട്ട് മാക്സ്വെൽ എത്രമാത്രം ജൂസിനോട് വളരെ ഇസ്രായേലുമായിട്ട് എത്രമാത്രം ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ മകളാണ് ഈ എപ്സ്റ്റീൻ്റെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുള്ള ഗിസ്ലൈൻ.
അതുപോലെ തന്നെ ഈ ഗിസ്ലൈന് 3 സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതായത് യുകെ ഉണ്ട്, യുകെ സിറ്റിസൺഷിപ്പ്, യുഎസ്എ ആൻഡ് ഫ്രാൻസിന്റെയും ഈ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളാണ് ഈ ഗിസ്ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ എപ്സ്റ്റീൻ ഇസ്രയേലിന്റെ സ്പൈ ആണ് എന്ന് പറയാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ എപ്സ്റ്റീൻ ആയാലും ഗിസ്ലൈൻ ആയാലും ബേസിക്കലി ജൂത വംശത്തിൽ പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് സന്ദർശിച്ചതിന്റെ ആ ഒരു സമയത്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് എപ്സ്റ്റീൻ കേസിൽ എപ്സ്റ്റീൻ സൂയിസൈഡ് ചെയ്ത് തന്നെയാണ്, മറ്റുള്ളവർ സംശയിക്കുന്ന പോലെ മർഡർ ഒന്നും ഇല്ല, മർഡർ ചെയ്തതല്ല. അതുപോലെ എപ്സ്റ്റീൻ ഫയൽസ് ക്ലോസ് ചെയ്യുകയാണ്, ഇതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഈ എപ്സ്റ്റീൻ്റെ ക്ലൈൻ ലിസ്റ്റ് എന്നൊന്നില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ആണ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നത്. അതായത് ഇവർക്ക് ക്ലോസ്ലി ഇവരെ ഇസ്രയേലിന് വേണ്ടിയാണോ ഇത് ചെയ്തത് എന്നുള്ള ഒരു സംശയം പൊതുവെ അനലിസ്റ്റിന് പലരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഈ തോട്ട്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല. ഏതായാലും ടക്കർ കാൾസൺ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്.